ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിതിപ്പോൾ ഏകദേശം ഒരു 12 കാലമായി സമയം. പാറക്കുട്ടി നേരത്തെ ഉറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2 ആഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇപ്പോഴെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്തിടണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ രാത്രി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ ഒരുപാട് ഉറക്കം ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് പാറു എണീക്കും. ബാക്കി എല്ലാവരും ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എന്താ സംഭവം എന്താണെന്ന് കാണിക്കണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ ശബ്ദം കുറച്ചിട്ടാണ് സംസാരിക്കുക. പിന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് ഇത് കാണുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബോട്ടേ കയറാൻ പോകുന്ന ഒരു വ്ളോഗാണ്. പാറക്കുട്ടി സെക്കൻഡ് ടൈമാണ് ബോട്ടേ കയറുന്നത്. നമ്മൾ കുമരകത്തേക്കാണ് പോണത്. കോട്ടയത്ത് നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒരു ദിവസം ബോട്ടേ കയറാൻ പാറു എനിക്ക് തോന്നുന്നു 9 മാസം ഉള്ളപ്പോൾ എങ്ങാണ്ടാണ് അവൾ ആദ്യം കയറിയത്. അന്ന് അവൾക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പം അത്യാവശ്യം ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. മീൻസ് ബോട്ട് എന്താണ്, വെള്ളം ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പോണതൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. ഞാൻ ഇടുക്കിക്കാരി ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പാടം വരമ്പ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ എടുത്താണ്. അപ്പം നമ്മൾ ഇവിടുന്ന് കുമരകത്തേക്ക് പോവാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 മണി 4:15 റേഞ്ചിലെങ്ങാണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ട്. അപ്പൊ അവള് വന്നിട്ട് ഞങ്ങൾ രാവിലെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡിയോയിലൊക്കെ പോയായിരുന്നു കേട്ടോ. കുറെ നാൾക്ക് ശേഷമാണ് സ്റ്റുഡിയോ പോകുന്നത്. ഇപ്പൊ സ്റ്റുഡിയോ ഭയങ്കര ഫേമസ് ആയിട്ട് ഇരിക്കുന്ന സമയമാണല്ലോ. ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ പോയി ഒന്ന് കറങ്ങി. പക്ഷെ ഒന്നും എടുത്തില്ല കേട്ടോ. അതെന്താണ് ഞാൻ വീഡിയോ ഇടാത്തെ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോൾ. പിന്നെ ഓൾറെഡി ഓൾമോസ്റ്റ് അവിടുത്തെ ഒരു 80% ആൾക്കാരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സെയിൽ നടക്കുന്നതുകൊണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പം പാറു വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഉറങ്ങി. അപ്പൊ ഉറങ്ങിയ ആൾ അങ്ങനെ തന്നെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പോവാണ് കേട്ടോ. അതാണ് ഡ്രസ്സ് മേടിക്കാത്ത. അപ്പൊ എല്ലാ സാധനം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അവിടെ എത്താറാകുമ്പത്തേനും ആള് ഡ്രസ്സൊക്കെ ഇടിയിക്കണം. അപ്പൊ ഇവിടെ വന്നിട്ട് അടിമവിനെ അന്വേഷിച്ച് ഇവിടെ വരുമ്പോ ഭയങ്കര ചൂടാണ്. പറഞ്ഞ രക്ഷയില്ല. നമുക്കത് പിന്നെ സഹിക്കാം, പറഞ്ഞൊട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നമാണ്. അവൾ ഡ്രസ്സ് ഇടിക്കത്തേ ഇല്ല ഇവിടെ വരുമ്പോ. അപ്പം ബാക്കിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നയാൾ എളുപ്പം സീറ്റായി കിടക്കുന്നത്. അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിളും സീറ്റായി കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കിടത്തിയിട്ട് പോണ വഴിക്കാണ് എനിക്ക് അവളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇങ്ങനെ ഈ പമ്പസ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുക. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല റേറ്റിലുള്ള വള്ളങ്ങൾ കിട്ടും. ഇപ്പൊ നമുക്ക് ഹൗസ് ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. നമ്മൾ 2 പേര് ഉള്ളത് കൊണ്ട്, മൊത്തം ടോട്ടലി ആണെങ്കിൽ 3 പേരുള്ളത് കൊണ്ട് നമുക്ക് ചെറിയൊരു വള്ളം മതി. അപ്പം ഞാൻ ഇതിന്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് സ്ഥലം എവിടെയാണെന്നും റേറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ കുമരകത്താണ് സ്ഥലം. കുമരകം മറ്റേ പക്ഷി സങ്കേതത്തിന്റെ അടുത്തുള്ള ബോട്ട് ചിറ്റിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കയറിയത്. നമുക്ക് മണിക്കൂറിന് 800 രൂപയായിരുന്നു കേട്ടോ ചാർജ്. 1 മണിക്കൂറാണ് മിനിമം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ഇരിക്കാം. അനുസരിച്ച് റേറ്റ് കൂടും. മിനിമം ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ 800 രൂപയായിരുന്നു കേട്ടോ. അപ്പം ബോട്ടിന്റെ വലിപ്പം അനുസരിച്ച് അത് മേ ബി മാറാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക 40 ബോട്ട് ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അവിടെ ചെറിയ ചെറിയ വള്ളം മീൻസ് ചെറിയ ചെറിയ ബോട്ട്. നമുക്ക് കുറച്ച് കുഞ്ഞു ഫാമിലി ആയിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോട്ടുകൾ 40 എണ്ണം കണ്ടാണുള്ളത്. അപ്പൊ അതിനൊക്കെ റേറ്റ് വരുന്നത് 800 രൂപയായിരിക്കണം. അപ്പം വലിയ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്ക് ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ വേറെ ഹൗസ് ബോട്ട് വേറെ ഉണ്ട് കേട്ടോ. അതിന്റെ റേറ്റ് അല്ല ഞാൻ പറഞ്ഞത്. നോർമലി ഞങ്ങൾ ഈ പോകുന്ന ഈ കുഞ്ഞു ബോട്ടിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വേറെന് 800 രൂപയായിരുന്നു കേട്ടോ 1 മണിക്കൂറത്തേക്ക്. അപ്പൊ അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ പാറു ഫസ്റ്റ് ടൈമാണ് കുറച്ച് അറിവായിട്ട് ബോട്ടെ കയറുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അവൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബോട്ട് യാത്രയൊക്കെ തുടങ്ങി. സത്യം പറഞ്ഞ പാറുവിന് നല്ല പേടിയായിരുന്നു കേട്ടോ. ബോട്ടെ കയറി കഴിഞ്ഞപ്പോൾ മാളാവ് വരണ്ടാണ് ഇരുന്നത്. കയറിയ സമയത്ത് അവള് ചുറ്റും പുറകെ നോക്കുമ്പോൾ ഫുള്ള് വെള്ളമാണല്ലോ. അപ്പൊ അതിന്റെ ഭയങ്കര പേടിയാണ് കേട്ടോ. സീറ്റ് പോയി ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുത്തിയിട്ടോ അല്ലെങ്കിൽ നിർത്തിയിട്ടോ ഒന്നും ആളെ നിൽക്കില്ല. നമ്മുടെ മടിയിൽ മാറില്ല. നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുവായിരുന്നു.
അവിടെ ഭയങ്കര പേടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ അങ്ങ് പോയി കഴിഞ്ഞ് ഓപ്പോസിറ്റ് വേറെ വള്ളങ്ങളും ഇതുപോലെ ബോട്ടും വലിയ ഹൗസ് ബോട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഇതായിട്ടോ. പിന്നെ വലിയ ഹൗസ് ബോട്ടിലൊക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റ് പോകുന്നവര് ഇവള് ടാറ്റ കൊടുക്കും, അവര് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി വിളിക്കും. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടമായിട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ വേമ്പനാട്ട് കായലിലേക്കാണ് കേട്ടോ കൊണ്ടുപോവുക. നിങ്ങൾക്ക് 1 മണിക്കൂറല്ല ഇത് ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ അവരവിടെ കംപ്ലീറ്റ്ലി കറക്കിയിട്ട് കൊണ്ടുവരും. നമുക്ക് പാതിരാമണൽ എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോവും. അവിടെയൊക്കെ പോയി അവിടെ ഷാപ്പുണ്ട്. ഷാപ്പില് മീൻസ് റെസ്റ്റോറന്റ്, ഫാമിലി റെസ്റ്റോറന്റുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയി ഫുഡ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഉച്ച ടൈം ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു ദ്വീപ് മുഴുവൻ കാണിച്ചിട്ട് അവർ കൊണ്ടുവരും. അതൊക്കെ ടൈം അനുസരിച്ച് റേറ്റും കൂടും. പിന്നെ ഞങ്ങള് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറ്റി പോകും. കറക്റ്റ് നമ്മൾ 4:30 കയറിയെങ്കിൽ തിരിച്ച് 5:30 നമ്മൾ കയറിയ സ്ഥലത്ത് അവർ ഇറക്കി വിടും കേട്ടോ. ഇങ്ങനെയാണ് അവരുടെ ടൈമിങ്. ഇങ്ങനെയാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ കായലിലേക്ക് കയറി. ഇപ്പൊ ഏകദേശം നല്ലൊരു ടൈം ആയിരുന്നു ഞങ്ങൾ കയറിയ സമയം. 4:20 കയറിയത്. അപ്പം നമ്മൾ അതിന് മുമ്പ് പോകുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. 3:30 എന്തോ ഞാൻ ആദ്യം ടൈം പറഞ്ഞത് 4:15 എന്തോ ആണല്ലേ. അപ്പൊ നമ്മള് 4:30 ആയപ്പോ കയറി 5:30 ആയപ്പോ ഇറങ്ങി. ആ ഒരു ടൈം എന്ന് പറയാൻ നല്ല ടൈമായിരുന്നു. കുറച്ചുകൂടെ ഇതായിട്ട് പോകുന്ന ഒരു 5 മണിക്ക് കയറുകയാണെങ്കിൽ നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷം ആവാൻ പോവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു 6-7 തവണയെങ്കിലും ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പ്രത്യേകിച്ച് ഇടുക്കിക്കാരി ആയതുകൊണ്ട് ഇവിടെ വന്നപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങള് മിക്ക ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഇടയ്ക്കിട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് കുറച്ചൊന്ന് കുറഞ്ഞത്. പിന്നെ പ്രഗ്നന്റ് ഒക്കെ ആയി, ഡെലിവറി ഒക്കെ ആ ടൈമൊക്കെ ആയപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ പാറുവിനെ കൊണ്ട് ഫസ്റ്റ് ടൈം ഒന്ന് കയറി. പിന്നെ ഇത് 2ാമത്തെ ടൈമാണ് കേട്ടോ കയറുന്നത്. ഇനിയിപ്പം എന്റെ അച്ഛനെയും അമ്മേനെയും കൂടി ഒന്ന് കയറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അവരോട് വരുമ്പോൾ. അപ്പൊ നമ്മൾ പോണ വഴിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഭയങ്കര മറ്റേ വീർപ്പിച്ചിരുന്ന ടൈപ്പ് ബോട്ടില് അവരിങ്ങനെ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ വലിച്ച് അങ്ങനത്തെ കുറച്ച് സാഹസികമായിട്ടുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നടപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റേറ്റോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരതിന്റെ സ്പോട്ട് പറഞ്ഞു തരും. വേറൊരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ വേറൊരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഇത് കയറുന്നതൊക്കെ. അപ്പം അതിന്റെ സ്പോട്ട് ഏതാന്നുള്ളത് അവിടെ തന്നെ അന്വേഷിച്ച് അറിയായിരിക്കും. ഞങ്ങൾ ബോട്ടിൽ പോയ വഴിക്കാണ് അത് കണ്ടത്. അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വേറെ സ്ഥലമാണ് കേട്ടോ. അപ്പം അത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ നടപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതി. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരോട് അവിടെ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, അവരോട് ചോദിച്ചാൽ മതി. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ഈ സൈഡിലായിട്ട് നല്ല അടിപൊളി റിസോർട്ട് ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 37 രൂപ എങ്ങാണ്ടാണ് അവിടുത്തെ പ്രീമിയം ബെഡ്റൂമിന്റെ ഒരു നൈറ്റില് റേറ്റ് വരുന്നത്. അപ്പൊ പക്ഷെ ഓൾമോസ്റ്റ് ലുക്കിംഗ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ആ ഒരു റിസോർട്ടിലേക്ക്. പക്ഷെ നമുക്കൊന്നും അവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല. ഒരു ദിവസം നമുക്ക് 37,000 രൂപ കൊടുത്തൊന്നും കിടക്കാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ കണ്ടുപോകാന്ന് മാത്രം.
അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറത്തെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.